ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ ശ്ലോകം 40. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ. ഇവയിലിരുന്നിട്ട് കാമം ആത്മജ്ഞാനത്തെ മറച്ചുകളയുകയും ജീവനെ മോഹിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തന കേന്ദ്രമാണ് മനസ്സ്. ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി കേൾക്കുന്ന മാത്രയിൽ മനസ്സ് വിഷയസുഖാനുഭവങ്ങളുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും കാമത്തിൻ്റെ കലവറകളായിത്തീരുന്നു. ശ്ലോകം 41. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഖ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഖ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. അതിനാൽ ഹേ അർജുന, നീ ആദ്യം ഇന്ദ്രിയ സംയമനം ചെയ്ത് മനുഷ്യൻ്റെ ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഈ പാപിയായ കാമത്തെ നിഗ്രഹിക്കുക തന്നെ വേണം. ആരംഭത്തിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ത്വരയെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ കാമത്തെ നിർവീര്യമാക്കാൻ കഴിയുമെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ശ്ലോകം 42. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേപ്യപരം മനഃ മനസസ്തു പരം ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേപ്യപരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേ പരതസ്തു സഹ. സ്ഥൂലദേഹത്തെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾക്ക് ശ്രേഷ്ഠത കൂടും. ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സിനാണ് ശ്രേഷ്ഠത്വം. മനസ്സിനെ അപേക്ഷിച്ച് ബുദ്ധിയും ബുദ്ധിയെ അപേക്ഷിച്ച് ആത്മാവും ശ്രേഷ്ഠമാണ്. ശരീരമനോബുദ്ധികളെല്ലാം ആത്മാവിനെ ആശ്രയിച്ചു നിൽക്കുന്നതിനാൽ ആത്മാവാണ് സർവശ്രേഷ്ഠമായത്. അതായത് ജഡപദാർത്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധിയും ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ആത്മാവുമാകുന്നു. കാമത്തിന് പ്രവർത്തിക്കാനുള്ള വിവിധ ഇടങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളിലൂടെ വേണം കാമത്തിന് പുറത്തു വരാൻ. അതുകൊണ്ടാണ് ശരീരത്തേക്കാൾ ശ്രേഷ്ഠത ഇന്ദ്രിയങ്ങൾക്കുള്ളത്. ആത്മാവ് ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അതിൻ്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം സ്വാഭാവികമായി ഭഗവാനിൽ തന്നെ വ്യാപരിക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയില്ല. ശ്ലോകം 43. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്ഥഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്ഥഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ
കാമരൂപം ദുരാസദം. പരാക്രമശാലിയായ ഹേ അർജുന, ഇപ്രകാരം കാര്യകാരണ വിചാരം ചെയ്ത് ബുദ്ധിക്കും അപ്പുറം സ്ഥിതി ചെയ്യുന്ന പരമകാരണമായ ആത്മാവിനെ അറിയണം. ഈ അറിവുകൊണ്ട് കാമത്തിൻ്റെ ഇരിപ്പിടമായ ഇന്ദ്രിയ മനോബുദ്ധികളെ നിരോധിക്കുകയും വേണം. എന്നിട്ട് അജയശത്രുവായ കാമത്തെ നിഗ്രഹിക്കുക. കാമബാധ ഒഴിഞ്ഞാൽ ഇന്ദ്രിയ മനോബുദ്ധികൾ ആത്മസാമീപ്യം കൊണ്ട് പ്രകാശിച്ചു തുടങ്ങും. താൻ ഭഗവാന്റെ സേവകനാണെന്നറിഞ്ഞുകൊണ്ട് കർമ്മത്തിലൂടെ ഭഗവാനിലേക്ക് എത്താനുള്ള വഴിയാണ് ഈ 3-ാം അധ്യായം നിർദ്ദേശിക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ ഒരാൾ കാമത്തിനും പ്രകൃതി വിഭവങ്ങളുടെ ആധിപത്യം നേടാനുള്ള ആഗ്രഹത്തിനും അടിമപ്പെട്ടിരിക്കും. എന്നാൽ കൃഷ്ണാവബോധത്തിൻ്റെ പ്രഭാവം മൂലം ഭൗതികങ്ങളായ മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. സ്വന്തം ചുമതലകളെയോ പ്രവൃത്തികളെയോ പെട്ടെന്നുപേക്ഷിക്കേണ്ടതില്ല. ക്രമേണ കൃഷ്ണാവബോധം വളർത്തിയെടുക്കുന്നതിലൂടെ ബുദ്ധിയെ തൻ്റെ ആത്മസത്തയിലേക്ക് തിരിച്ച് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാത്ത അഭൗതികമായ അവസ്ഥയിലെത്തിച്ചേരാം. ഇതാണ് ഈ 3-ാം അധ്യായമായ കർമ്മയോഗത്തിൻ്റെ രത്നച്ചുരുക്കം. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ 3-യോऽധ്യായഃ. ഹരി ഓം.